അനുഗ്രഹമുള്ള ധന്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏലിയാവെന്ന പേരിന് ഹീബ്രു ഭാഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏലിയാഹു എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്. അതിന് മലയാളത്തിൽ യഹോവ ദൈവമാകുന്നു എന്നർത്ഥമാണ് അതിനെ കാണാൻ കഴിയുന്നത്. ഏലിയാവിൻ്റെ അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു ദൈവമായ കർത്താവിനെ ഒന്ന് ഉയർത്തണമെന്ന്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ സാഹചര്യത്തിൻ്റെ ചുറ്റുപാടോ കൊണ്ട് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വന്നേക്കത്തില്ല. പക്ഷേ ഇവരുടെ ദൈവം ഒരു ആലോചന ഇപ്രകാരം പറഞ്ഞു കാണും: ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നു പോയിട്ടില്ല എന്ന് ദൂത് ദൈവം അവരോട് പറഞ്ഞു കാണും. പക്ഷെ ആ ദൂതിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ വരും കാലഘട്ടങ്ങളിൽ അവർക്ക് ദൈവമായ കർത്താവ് ഒരു തലമുറയധികം നൽകി. ആ തലമുറയ്ക്ക് നൽകിയ ദൈവകൃപ കാലഘട്ടങ്ങളോളം ദൈവമായ കർത്താവ് അവനെ വളർത്തിക്കൊണ്ടിരുന്നു. ഏലിയാവ് എന്ന പേരിനർത്ഥം യഹോവ ദൈവമാകുന്നു എന്നാകുന്നെങ്കിൽ, ഈ ഏലിയാവ് ജീവിച്ചത് മൊത്തവും പാറക്കെട്ടുകളുടെ ഇടയിൽ രണ്ട് പാറ കഷ്ണങ്ങൾ ഒരുമിച്ച് വന്ന് അമരിക എന്ന
ഗ്രീക്ക് വാക്ക് ക്ലിപ്സിസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ പാറകൾക്കിടയിൽ പ്രശ്ന സങ്കീർണമാകുന്ന നിങ്ങൾ ഭാരപ്പെടരുത്, കർത്താവിൽ പ്രത്യാശ വെക്ക്. യഹോവയുടെ അത്ഭുതം ഇന്ന് പകലിലും അത് കുറഞ്ഞു പോയിട്ടില്ല. ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ, ആ കർത്താവിന്റെ കരം നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങൾ പൂർണ്ണ വിശ്വസിക്കണം. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഏലിയാവ് അവൻ ഓടി വന്നിട്ട് പെട്ടെന്ന് ഒരു വിഷയത്തോട് മധ്യത്തിൽ ആഹാബിനോട് പറയുന്നു, ആഹാബേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ദേശം ശൂന്യമാണ്, മഴ പെയ്യുന്നില്ല, കാഠിന്യമാകുന്ന ചൂട്, ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, അതിൻ്റെ മരങ്ങൾ എല്ലാം ഇലകൊഴിയുന്നു, മരങ്ങൾ വംശനാശം സംഭവിക്കുന്നു. ആകപ്പാടെ ദേശത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ്റെ ദേവന്മാരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അവർ ദേവന്മാരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാകും, മഴയുണ്ടാകുമെന്ന് പറയുമ്പോൾ ഭക്തനാകുന്ന ഏലിയാവ് വന്നിട്ട് പറയുക, ആകാവേ, നിന്റെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഞാൻ നിന്നോട് പറയാം, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും ഉണ്ടാകത്തില്ല, മഴയും ഉണ്ടാകത്തില്ല. എങ്ങനെ സംഭവിക്കും ഈ കാര്യം? എങ്ങനെ ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് പറയാൻ കഴിയും? പറയാം. സാധാരണ മനുഷ്യനിൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അവൻ ആള് മാറിയവരെ പോലെ രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ രാജാവിന്റെ സന്നിധി കൊണ്ട് നിർത്തുന്ന ദൈവത്തിന്റെ കൃപ എത്ര ശ്രേഷ്ഠം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ താമസ സ്ഥലത്ത്, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ബോസിന്റെ അടുക്കൽ, നിങ്ങളുടെ അധികാരിയുടെ മധ്യത്തിൽ നിന്നെ ഒരു ആള് മാറിയവരെ പോലെ ദൈവം നിർത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുക. നീ മനോവ്യസനത്താൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് ആ മനുഷ്യന്റെ മധ്യത്തിൽ നിൽക്കുവാൻ കഴിയുമോ, ആ മനുഷ്യനോട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നീ ഭാരപ്പെട്ടേക്കാം. നീ ഭാരപ്പെടേണ്ട. യഹോവ നിന്നോട് കൂടിയുണ്ട്. യഹോവ നിന്നോട് കൂടിയുണ്ട്. ദൈവം നിങ്ങൾക്കായി ഒരു വലിയൊരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. പ്രതീക്ഷയോട് കടന്നു പോകും. ഇവിടെ ഏലിയാവ് ഇത് പറഞ്ഞിട്ട് അവൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ അവനായിത്തീരുന്ന അവസ്ഥകൾ കാണുവാൻ കഴിയുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷേ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏലിയാവ് പോയി ഒരു ചൂരച്ചെടിയുടെ മൂട്ടിൽ ചെന്നിട്ട് അവൻ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ ഇതുപോലെയാണ്. നമ്മൾ ദൈവാലോചന പറയും, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും, നമ്മൾ പലരെയും എൻകറേജ് ചെയ്യും. പക്ഷേ വിഷയങ്ങൾ നമ്മുടെ ഫേസ് ടു ഫേസ് കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. നമ്മൾ മനുഷ്യനാണ്. പക്ഷേ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം നൽകുന്നൊരു ദൈവം നിന്നോടൊപ്പമുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി. ഏലിയാവ് ചൂരച്ചെടിയുടെ മൂട്ടിൽ ചെന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. എന്തുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മഹത്യാ പ്രേരണ വന്നു? പറയാം, പിശാച് അല്പസമയത്തേക്ക് അവനെ മുതലെടുത്തു. ഞാൻ കേവലം ഒരു മനുഷ്യനാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. എങ്കിൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നിനക്ക് കഴിയുന്ന വലിയൊരു അത്ഭുതമുണ്ട്. നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ യേശുവിനുണ്ട്. യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെങ്കടലിനോടും ആടി ഉലയുന്ന കാറ്റിനോടും പ്രതികൂലത്തിന്റെ ശക്തിയോടും
നോ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുവാൻ കഴിയും. വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം കാണും. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഏലിയാവ് അതിനുശേഷം ശക്തി പ്രാപിച്ച് ദൈവം കൊടുത്ത അപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം കൊടുത്ത് അവനെ ശക്തി പ്രാപിച്ചിട്ട് വീണ്ടും അവൻ അവിടെ പോയിട്ട് ആഹാബിന്റെ മുൻപിൽ വെച്ച് അവരൊരു വെല്ലുവിളിയോടുകൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ പൂർത്തീകരിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം നമുക്കറിയാമെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ പരിമിതി കുറിക്കുക. പറയാം, ഏലിയാവിൽ ചെയ്ത ഒരു അത്ഭുതം നിങ്ങളിലും ചെയ്തെടുക്കുവാൻ ഇന്ന് പകലിൽ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കൂ. ദൈവം നിങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്യും. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള ഒരു ശ്രേഷ്ഠ പുരോഹിതനായി, ഒരു ശ്രേഷ്ഠ അനുഗ്രഹിക്കപ്പെട്ടവനായി, ഒരു പ്രവാചകനായി താങ്കളെയും ദൈവത്തിന് വാർത്തെടുക്കാൻ കഴിയും. ദൂത് പറയുവാൻ ദൈവസ്ഥനിൽ സമർപ്പിക്കുക. വലിയ പ്രതീക്ഷയോടുകൂടെ വൻ രാജ്യത്തിന് വേണ്ടി, രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, രാജ്യങ്ങളുടേതാകുന്ന അനുഗ്രഹത്തിന് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിക്ഷിപ്തനായി മാറുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഭാഗ്യമൊരുക്കി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിലെ സകല നന്മകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. നല്ലൊരു ഏലിയാവിൻ്റെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധിയായി ദൈവം പോറ്റട്ടെ എന്ന് അഗാധമായ സ്നേഹത്തോടും വളരെ അൻപ് നിറഞ്ഞ കരുണയോടും സ്നേഹത്തോടുള്ള പ്രാർത്ഥനയോടും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വരാൻ കാലമായി യേശുവിനായി ഒരുങ്ങാം. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ ദേശത്തെയും നിങ്ങളുടെ സഭയെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കിന് ഞാൻ പരിമിതി കുറിക്കട്ടെ. നല്ല ഏലിയാവായി നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം. ദൈവമേ, ഏലിയാവിനെ പോലെ പലപ്പോഴും ഞങ്ങൾ വേദന അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആ ഏലിയാവിൻ്റെ ശക്തി ഞങ്ങളിലേക്കും പകർന്ന് ദൈവാത്മാവ് ഒരു പുതുവഴി കാണിച്ച് ഞങ്ങളെ നടത്തണമേ. പ്രത്യേകിച്ചും ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് വഴി നടത്തി അവരുടെ ഗമനത്തെയും ആഗമനത്തെയും ദൈവം സ്ഥിരപ്പെടുത്തി കുടുംബത്തെ, സഭയെ, വ്യക്തി ജീവിതത്തെ ദൈവം ബലപ്പെടുത്തി സഹായിക്കണം. പ്രാർത്ഥന എഴുതാനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി കാണുന്നവരെയും ദൈവാത്മാവിൻ്റെ ചിറകടിയിൽ നമ്മെ കർത്താവ് പോറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ പരിമിതി കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.